ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള വി വിത്ത് US എന്ന ഉജ്ജ്വല മുദ്രാവാക്യത്തോടുകൂടി ഞങ്ങളും നിങ്ങളും നമ്മളെല്ലാവരും VSനോടൊപ്പമാണ് എന്ന് ഈ നാടിനോട് തൃശ്ശൂരിൻ്റെ യുവത്വം പ്രഖ്യാപിക്കുന്ന അഭിമാനകരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ AIVFൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് പ്രസാദ് പറേരി, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച DYFIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് VP ശരത് പ്രസാദ്, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ഗ്രീഷ്മ ജയഘോഷ്, NYCയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട CR സജിത്ത്, ഏറ്റവും പ്രിയപ്പെട്ട RL ശ്രീലാൽ, സഖാവ് ബിനോയ് ഷബീർ, വേദിയിലുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ യൂത്ത് പാർലമെൻറ്റ് അഥവാ യുവജന കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെയും അഖിലേന്ത്യാ തലത്തിലെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സമുന്നതനായിട്ടുള്ള നേതാവും ഇന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രിയുമായിട്ടുള്ള സഖാവ് MP രാജേഷ് ഏതാനും സമയങ്ങൾക്കകം ഈ യോഗത്തിൽ എത്തിച്ചേരും. സഖാവ് എത്തിച്ചേരുന്നതിന് മുമ്പ് പലരും നിങ്ങളോട് സംസാരിക്കാനുണ്ട്. തൃത്താലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തിച്ചേരുന്നത് വരെ നമ്മൾ ഈ പൊതുയോഗവുമായി മുന്നോട്ട് പോയി സഖാവിൻ്റെ സംക്ഷിപ്തമായ ഒരു പ്രസംഗത്തിന് ശേഷം നേരത്തെ ഇവിടെ അവതരിപ്പിച്ചതുപോലെ കേരളത്തിലെ യുവത്വത്തിന് ഏറ്റവും ആവേശവും അഭിമാനവും തുളുമ്പുന്ന ശ്രദ്ധേയമായ ഒരു ബാൻഡോടുകൂടി തൃശ്ശൂരിലെ യുവജന പ്രസ്ഥാനം പൂർണ്ണമായും BS സുനിൽകുമാർ എന്ന തൃശ്ശൂരിലെ മഹനീയമായ നമ്മുടെ സ്ഥാനാർത്ഥിയോടൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നൊരു സായാഹ്നമാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMSൻ്റെ പേരിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ സ്ക്വയറിൽ ഇപ്പോൾ ചേരുന്നത്. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. തൃശ്ശൂരിലെ പൂരം നടക്കുന്ന മെയ് 19-ാം തീയതി ആരംഭിച്ച് 7 തവണകളിലായി മെയ് മാസം പൂർണ്ണമായും എടുത്ത് നടക്കാൻ പോകുന്ന പ്രചണ്ഡമായ രാഷ്ട്രീയ പ്രചാരവേല പല വിധത്തിൽ നമ്മുടെ നാടിനെ വിവിധങ്ങളായ ചർച്ചകളിലേക്ക് നയിക്കുന്ന ഒരു സമയമാണ്. കേരളത്തിൽ ഒറ്റത്തവണയായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സൗകര്യം സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി അറിയാവുന്നതുകൊണ്ട് 20 സീറ്റിലും ഒറ്റയടിക്കു തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ അവർ നിശ്ചയിക്കുകയും ചെയ്തു. ഏറെ സന്തോഷകരവുമാണത്. കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി 15-ാം തീയതി വീണ്ടും തൃശ്ശൂരിലേക്ക് കേരളത്തിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കഴിഞ്ഞ വരവ് നമ്മൾ കണ്ടു. കഴിഞ്ഞ വരവ് പത്തനംതിട്ടയിലായിരുന്നു. പത്തനംതിട്ടയിൽ വെച്ച് ഇന്ത്യയുടെ പ്രമുഖനായിട്ടുള്ള BJP നേതാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞ വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമോ എന്നെനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇത്തവണ കേരളത്തിൽ നിന്ന് BJPക്ക് MP-മാരുണ്ടാകും എന്നല്ല നരേന്ദ്രമോദി പ്രയോഗിച്ച വാക്ക്. നരേന്ദ്രമോദി വളരെ ശ്രദ്ധയോടെ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരാളാണെന്നാണ് BJPയുടെ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്. വളരെ ശ്രദ്ധയോടെ വാക്കുകൾ പ്രയോഗിക്കുന്ന, കോർപ്പറേറ്റ് സോഷ്യൽ മീഡിയ എഴുതി തയ്യാറാക്കിയ വാക്കുകളിൽ ഒന്നുപോലും ശബ്ദം കുറയാത്ത വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിയേക്കാൾ നല്ല നടനായിട്ടുള്ള നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വെച്ചു പറഞ്ഞു, കേരളത്തിൽ നിന്ന് 2 അക്ക സീറ്റുകൾ ഞങ്ങൾ നേടും, കേരളത്തിൽ നിന്ന് 2 അക്ക സീറ്റുകൾ ഞങ്ങൾ സംഘടിപ്പിക്കും. എന്താണതിൻ്റെ അർത്ഥം? ഞാനിപ്പോൾ ഓർക്കുകയാണ്, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലേതല്ല, ഗോവയിലും മണിപ്പൂരിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ. ഗോവയിലും മണിപ്പൂരിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ജനപ്രതിനിധിയായി അന്ന് കേരളത്തിൻ്റെ നിയമസഭയിലുണ്ട്. രാവിലെ അടിയന്തര പ്രമേയവും കഴിഞ്ഞ്
അത്യാവശ്യമായ പരിപാടികൾക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു മധുരപലഹാര വിതരണം. എന്താണ് മധുരപലഹാര വിതരണം ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും ഇത്രമാത്രം സന്തോഷമുള്ള സംഭവം എന്നന്വേഷിച്ചപ്പോൾ മണിപ്പൂരിലെ ചുമതലക്കാരനായിരുന്നു പോലും രമേശ് ചെന്നിത്തല. മണിപ്പൂരിലെ ചുമതലക്കാരനായ രാഷ്ട്രീയ ചുമതലക്കാരനായി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകിയ കോൺഗ്രസ് മണിപ്പൂരിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പ്രത്യേക സന്തോഷമായി മഞ്ഞ നിറത്തിലുള്ള ലഡു മാറി മാറി രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ ഓഫീസും വരുന്നവർക്കെല്ലാം വിതരണം ചെയ്തുകൊണ്ടുള്ള ആഘോഷ പ്രകടനങ്ങൾ നടക്കുകയാണ്. ചെന്നിത്തല അന്നു തന്നെ ഇംഫാലിലേക്ക് തിരിച്ചു. ഇംഫാലിലേക്ക് പ്രത്യേക വിമാനത്തിൽ തിരിച്ച് രമേശ് ചെന്നിത്തല കക്ഷി നേതാവിനെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഇംഫാലിലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ മണിപ്പൂരിൽ BJPയുടെ മുഖ്യമന്ത്രി അധികാരമേറ്റെടുത്ത വാർത്ത അദ്ദേഹം കേൾക്കുകയുണ്ടായി. രമേശ് ചെന്നിത്തല അത്ഭുതത്തോടെ ചോദിച്ചു, മണിപ്പൂരിൽ ഏറ്റവും വലിയ കക്ഷി ഞങ്ങളുടേതായപ്പോൾ എങ്ങനെയാണ് മണിപ്പൂരിലെ മുഖ്യമന്ത്രിയായി BJP തിരഞ്ഞെടുത്തത്? മണിപ്പൂരിലെ PCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു, കൈപ്പത്തിയിൽ കുത്തിയ മഹാഭൂരിപക്ഷവും BJPയുടെ പാളയത്തിലേക്ക് പോയി അവരുടെ മുഖ്യമന്ത്രിയെ തന്നെ തെരഞ്ഞെടുത്തു. മണിപ്പൂരിലും ഗോവയിലും അന്ന് മുഖ്യമന്ത്രിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് BJPയുടെ പക്ഷമാണ്. അപ്പുറത്തും ഇപ്പുറത്തും സാധാരണ പഴയ വീട് പണിയുമ്പോൾ വീടിൻ്റെ ഗേറ്റിൽ രണ്ട് പുലിക്കുട്ടികളുടെ തല വയ്ക്കുന്നത് പോലെ രണ്ട് പ്രഗത്ഭരെ ഇരുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി രണ്ട് അക്ക സീറ്റുകൾ കേരളത്തിൽ നിന്ന് ഞങ്ങൾ സംഘടിപ്പിക്കും എന്ന പ്രയോഗം നടത്തിയത്. ആരായിരുന്നു? പുലികളല്ലെങ്കിലും എലികളാണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ഏതാണ്ട് മതിലിൻ്റെ ഗേറ്റിൽ വെച്ച തലകൾ പോലെ ഇരുന്നിരുന്ന രണ്ടുപേർ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ പ്രമുഖരായ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ. വലതുവശത്ത് അവസാനം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ P. ബാലചന്ദ്രൻ പരാജയപ്പെടുത്തിയതുൾപ്പെടെ തൃശ്ശൂരിലെ പരാജയങ്ങൾ നിരവധി ഏറ്റുവാങ്ങിയ കേരളത്തിൻ്റെ ലീഡർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ. ഇടതുഭാഗത്തിരുന്ന എലിയുടെ തല കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും കേരളത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ നയിച്ച നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. എങ്ങനെ കോൺഗ്രസ് രണ്ടക്ക സീറ്റ് കേരളത്തിൽ നിന്ന് സംഘടിപ്പിക്കും എന്ന് പറയാൻ ഇനി ഉദാഹരണങ്ങൾ വേണോ? BJP എന്തായാലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പേരിൽ മത്സരിച്ചാൽ പോലും ഒരു സീറ്റും ഈ കേരളത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. പ്രബുദ്ധമാണ് ഈ കേരളം. ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്ന് 20 സീറ്റുകളിൽ ഒന്നുപോലും കേരളത്തിലെ 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളിയുടെ വോട്ട് മേടിച്ചു ജയിക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നല്ലതുപോലെ അറിയുമ്പോൾ രണ്ടക്ക സീറ്റ് BJP പ്രതീക്ഷിക്കുന്നത് പത്മജയെപ്പോലെ അനിൽ ആന്റണിയെപ്പോലെ KPCCയുടെ ആപ്പീസായ ഇന്ദിരാഭവനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തടിച്ചു കൊഴുത്ത് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 10 പേരെയെങ്കിലും BJPക്ക് കിട്ടും എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വർത്തമാനകാല കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. നരേന്ദ്രമോദി വീണ്ടും വരുന്നു തൃശ്ശൂരിലേക്ക്. നരേന്ദ്രമോദി വീണ്ടും വരുന്നു കേരളത്തിലേക്ക്. എന്തിനു വരുന്നു? കേരളത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ നേതൃത്വം നൽകുന്ന നരാധമനായ പ്രധാനമന്ത്രിക്ക് ഈ കേരളത്തിൽ എന്തു കാര്യം? കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യം. ആദ്യം വന്നത് തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന നാരീശക്തിയെ കുറിച്ച് പ്രസംഗിക്കാനാണ്. വനിതകളുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്നത് തേക്കിങ്കാട് മൈതാനം ഉൾപ്പെടുന്ന വടക്കുംനാഥന്റെ ക്ഷേത്ര മൈതാനത്ത് CMSന്റെ എതിർവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദി. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഉൾപ്പെടെ വന്ന നാരിമാരൊത്തുകൂടി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള മഹാപൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിച്ചു, നാരിമാരുടെ സമ്മേളനത്തിലെങ്കിലും വന്നു നിന്ന് ഈ നാരീ ശക്തിയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു വാക്കു പറയും. ഏതു നാരിയെക്കുറിച്ച്? ഇപ്പോഴാണെങ്കിൽ അമ്മമാരുടെ പ്രധാനപ്പെട്ട പരിപാടി, അമ്മമാരുടെ പ്രധാനപ്പെട്ട പരാതി മര്യാദയ്ക്ക് മലയാളത്തിൻ്റെ സീരിയൽ പോലും കാണാൻ പറ്റുന്നില്ല എന്നാണ്.
സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഇടവേള കിട്ടിയ നരേന്ദ്രമോദിയുടെ 4 പിള്ളേർ രംഗപ്രവേശം ചെയ്യും. അച്ഛന് ശക്തി കൊടുക്കുന്നതാര്? മോദിജി. അമ്മയ്ക്ക് ശക്തി കൊടുക്കുന്നതാര്? മോദിജി. ഒരേ കരച്ചിലാണ്. അച്ഛന് ശക്തി കൊടുക്കുന്നതാര്? മോദിജി. അമ്മയ്ക്ക് ശക്തി കൊടുക്കുന്നതാര്? മോദിജി എന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മക്കൾക്കറിയില്ലല്ലോ അമ്മമാരോട് ഇത്ര ക്രൂരമായി പെരുമാറിയ ഒരു ഗവൺമെന്റ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം. നാരീശക്തിയെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ പടം വെച്ച പ്രസിദ്ധീകരണവുമായി വീടുകളിൽ വരുന്ന സംഘപരിവാര സുഹൃത്തുക്കളോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, 75 വർഷം സ്വാതന്ത്ര്യത്തിന്റെ അമരപഥങ്ങളിലൂടെ നടന്നുപോയ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമായ മണിപ്പൂർ എന്നൊരു സംസ്ഥാനമുണ്ട്. ഈ പൊതുയോഗം കേട്ടിരിക്കുന്നവരിൽ എത്ര പേർ തലകുനിച്ച് ഇപ്പോഴും വാട്സപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. വാട്സപ്പ് ഇല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനില്ല. ഇന്റർനെറ്റ് നിരോധിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് മണിപ്പൂർ. ആ മണിപ്പൂരിലെ ജനത ഇന്ത്യയോട് ചെയ്ത കുറ്റമെന്താണ്? 75 വർഷം സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം എന്ന പാട്ടുപാടി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ വലിയ സമരത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായി അണിചേർന്ന ഒരു തലമുറ സമ്മാനമായി തന്ന സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വർഷം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണാതെ പോയൊരു കാര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷ ദിനരാത്രങ്ങളിൽ പൂർണ്ണ നഗ്നരായി ആൾക്കൂട്ടാരവത്തിന്റെ കൂക്കുവിളികളുടെ നടുവിലൂടെ 2 സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി ഓടേണ്ടി വന്ന നാടിന്റെ പേരാണ് ഇന്ത്യ. അവരുടെ സംസ്ഥാനത്തിന്റെ പേരാണ് മണിപ്പൂർ. പൂർണ്ണ നഗ്നരായി 2 യുവതികൾ സ്വാതന്ത്ര്യവും പരമാധികാരവും ജനാധിപത്യവും പ്രഖ്യാപിച്ച ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മണിപ്പൂർ എന്ന സംസ്ഥാനത്തിന്റെ ഹൃദയഭൂമികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ പ്രിയങ്കരനായ കവി, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സച്ചിദാനന്ദൻ മാഷ് എഴുതിയ കവിത പോലെ ഭാരതാംബേ നിന്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലാതെ പോയല്ലോ എന്ന നിലവിളികളോടെ ഇന്ത്യക്കു കാണേണ്ടി വന്നില്ലേ ആ 2 സഹോദരിമാരെ, ആ 2 അമ്മമാരെ, ആ 2 അനിയത്തിമാരെ, ആ 2 സ്ത്രീരത്നങ്ങളെ, ആ 2 നാരിമാരെ? അവർക്ക് കൊടുക്കാത്ത ഏതു ശക്തിയാണ് നരേന്ദ്രമോദി ഇന്ത്യയിലെ സ്ത്രീകൾക്കു വേണ്ടി സംഭാവന ചെയ്യാൻ നിശ്ചയിച്ചത്? ഇന്ന് പ്രസംഗിക്കുന്നു ചില ആളുകൾ, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വനിതാ ബില്ല് പാസാക്കിയത് ഞങ്ങളാണ്. കേട്ടാൽ പുച്ഛം തോന്നില്ലേ? അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ആദ്യം വനിതകൾക്കു വേണ്ടി സംവരണം ഏർപ്പെടുത്തണമെന്ന സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ചരിത്രം പരിശോധിക്കണം. അത് രേണുക ചൗധരിയാണ്. ഒന്നായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, പാർലമെന്റ് അംഗം, രാജ്യസഭാ അംഗം. 1 തവണയല്ല 8 തവണ ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദവോട്ടോടെ തള്ളിക്കളയപ്പെട്ട സ്ത്രീ സംവരണ ബിൽ. 1997 കോൺഗ്രസിനും BJPക്കും ബദലായൊരു ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടി നേതൃത്വത്തിൽ ഇന്ത്യയിലുണ്ടായപ്പോ സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ അന്ന് MP ആയിട്ടുള്ള ഗീതാ മുഖർജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ കമ്മിറ്റി പിന്നീട് അധികാരത്തിൽ വന്ന വാജ്പേയിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ 33% സ്ത്രീ സംവരണത്തിന്റെ അടിസ്ഥാനപരമായ ശുപാർശകൾ തയ്യാറാക്കി ഇന്ത്യയുടെ ഭരണകൂടത്തിന് കൊടുത്തു. മാറി മാറി വന്ന ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അത് പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അത് പരിഗണിക്കാൻ BJPയെ പ്രേരിപ്പിച്ച രാഷ്ട്രീയം എന്താണ്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ, ജനാധിപത്യ വിശ്വാസികൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ച ഒരു ബില്ല്. എന്തേ ആ ബില്ല്? 2024 തിരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാൻ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് ചങ്കൂറ്റമില്ലാതെ പോയി. രാജ്യസഭയും ലോകസഭയും അംഗീകരിച്ചൊരു ബില്ല്. നാരീശക്തിക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അത് നടപ്പിലാക്കാനുള്ള ധൈര്യം കാണിക്കണ്ടേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്? ധൈര്യം കാണിക്കില്ലെന്ന് മാത്രമല്ല, 1948 ജനുവരി 30 മഹാത്മാഗാന്ധി എന്ന മതനിരപേക്ഷ ഇന്ത്യയുടെ ആദ്യത്തെ രക്തസാക്ഷിയെ വെടിവെച്ചുകൊന്ന, ഇന്ത്യയുടെ ബാപ്പുജിയെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചുകൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം
കുടത്തിലാക്കി ഒരിക്കലും കെടാത്ത നിലവിളക്കിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ച് ഇന്ത്യ ഹിന്ദു രാജ്യമാകുമ്പോ, സാധാരണ ഹിന്ദുവിന്റെ അല്ല സവർണ ഹിന്ദുവിന്റെ രാജ്യമാകുമ്പോ, പുണ്യനദികളിൽ ഒഴുക്കാൻ കാത്തിരിക്കുന്ന നാഗപ്പൂരിന്റെ മടിത്തട്ടിൽ ചേർന്ന ഹിന്ദുമത സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടല്ലോ ബജ്രംഗ് ദളിന്റെ അധ്യക്ഷൻ. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി മോദി അധികാരത്തിൽ വന്നാൽ ഇനി ഇടതുകൈ തണ്ടയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടാൻ ഇന്ത്യയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതേയില്ല. എത്ര മനോഹരമായ പ്രഖ്യാപനം! ഈ തിരഞ്ഞെടുപ്പിൽ കൂടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജനാധിപത്യ ഇന്ത്യയിൽ ചൂണ്ടുവിരലിൽ മഷി പുരട്ടാൻ ഇനി ആളുകളെ കാത്തു നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതേയില്ല എന്ന് പറഞ്ഞാൽ ഇനി ജനാധിപത്യ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല എന്ന് BJP പ്രഖ്യാപിക്കുന്നു. ഇനി ജനാധിപത്യ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സംഘപരിവാര കുടുംബം പിന്നെ ഏതു നാരിയെ സംഭരിക്കാനാണ് ഇന്ത്യ രാജ്യത്ത് നിശ്ചയിക്കപ്പെടുന്നത്? മണിപ്പൂരിലെ പൂർണ്ണനഗ്നരാക്കപ്പെട്ട സ്ത്രീകളെ ഓർത്തൊരു തുള്ളി കണ്ണുനീർ വടക്കുംനാഥന്റെ ക്ഷേത്രമുറ്റത്ത് പൊഴിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര തവണ ഇന്ത്യയിൽ ഈ കേരളത്തിൽ വന്നിട്ട് എന്തു കാര്യമുണ്ട് ഈ കേരളത്തിന് എന്നതല്ലേ ചോദ്യം. കേരളത്തിനോട് ഇങ്ങനെ പെരുമാറിയ ഒരു ഗവൺമെന്റ് ഇതപര്യന്തമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ രാജ്യത്തെ വർഗീയവൽക്കരണത്തിന്റെ, ചരിത്ര നിരാകരണത്തിന്റെ, ചരിത്ര നിഷേധത്തിന്റെ, അതിഭീകരമായ ഫാസിസത്തിന്റെ ഒരു പുതിയ കാലത്തിലേക്ക് നടത്താൻ എന്തേ BJP തീരുമാനിക്കുന്നു? ഇന്ത്യയുടെ ഭരണഘടന ഡോക്ടർ BR അംബേദ്കർ മുതൽ മലയാളിയായ ദാക്ഷായണി വേലായുധൻ അടക്കമുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഒരു വർഷം ഒരു തിരഞ്ഞെടുപ്പിലേക്ക്, ഒരു വർഷം ഒരു സഭാ സമ്മേളനത്തിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ആ സഭാ സമ്മേളനത്തിൽ ആദ്യം പ്രസംഗിക്കേണ്ടയാൾ, ആ സഭാ സമ്മേളനത്തിൽ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കേണ്ടയാൾ, സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ ചെയർമാനായ ഗവർണറായിരിക്കണം. ഇന്ത്യയിലാണെങ്കിൽ ലോകസഭയിലും രാജ്യസഭയിലുമാണെങ്കിൽ പാർലമെന്റിലാണെങ്കിൽ അത് അവതരിപ്പിക്കേണ്ടയാൾ ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്രപതി ആദ്യം ചേർന്ന 2024 ലോകസഭയുടെ സംയുക്ത സമ്മേളനത്തിലെ നയപ്രഖ്യാപനത്തിന് പോയ കാഴ്ച എല്ലാ പത്രമാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു. രാഷ്ട്രപതിയുടെ മുമ്പിൽ ലോകസഭാ സ്പീക്കർ, രാഷ്ട്രപതിയോട് തൊട്ടു ചേർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയുടെ പുറകിൽ പാർലമെന്ററി കാര്യമന്ത്രി, അതിനോടൊപ്പം പ്രതിപക്ഷ നേതാവ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഒരു യാത്ര. പക്ഷേ സ്പീക്കറുടെ മുമ്പിൽ നടക്കുന്ന മാർഷലിന്റെ കയ്യിൽ ഒരു കുന്തമിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രപതിയെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന പാർലമെന്റിന്റെ ഇടവഴികളിലേക്കുള്ള യാത്രയിൽ ഇന്ത്യയിലെ സ്പീക്കറുടെ ചീഫ് മാർഷലിന്റെ കയ്യിലിരിക്കുന്ന കുന്തമെന്ത് എല്ലാവരും അന്വേഷിച്ചു. അങ്ങനെ ഒരു കുന്തം ഇതുവരെ കണ്ടിട്ടില്ല. ചീഫ് മാർഷലിന്റെ ആയുധമാണോ? ഈ കുന്തം ഏതെങ്കിലും അടയാളപ്പെടുത്തലാണോ? എന്തിനാണ് ഈ കുന്തം ഇങ്ങനെ നീട്ടിപ്പിടിക്കുന്നത്? അത്ഭുതത്തോടെ ജനാധിപത്യ ഇന്ത്യ അന്വേഷിച്ചു. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അത് ഇന്ത്യയുടെ ചെങ്കോലാണ്, ഇന്ത്യയുടെ അധികാര ദണ്ഡാണ്. എവിടേക്കാണ് ഇന്ത്യയുടെ യാത്ര? ഈ രാജ്യത്ത് സംഘപരിവാര കുടുംബം മനസ്സിലാക്കേണ്ടത് 142 കോടിയോളം വരുന്ന ഇന്ത്യക്കാരന്റെ അധികാര ചിഹ്നമായി ഒരു രാജാ അടയാളപ്പെടുത്തലും ഒരു ചെങ്കോലും ഒരു കിരീടവും ഇന്ത്യക്കില്ല. ഇന്ത്യയുടെ ആകാശം, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അതിര്, ഇന്ത്യയുടെ നയം, ഇന്ത്യയുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്ന യാഥാർത്ഥ്യം ഈ രാജ്യത്തെ സംഘപരിവാര കുടുംബം തിരിച്ചറിയേണ്ടതുണ്ട്. ഭരണഘടനയ്ക്ക് ബലതലായി ഒരു ചെങ്കോലിനെ അവതരിപ്പിക്കുകയാണ് ഇന്ത്യയിലെ ഭരണകൂടം. എന്തിന്? ഭഗത് സിംഗിന്റെ, രാജഗുരുവിന്റെ, സുഖദേവിന്റെ, ഹെമു കലാനിയുടെ, ഉത്തം സിംഗിന്റെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, ഈ രാജ്യത്തെ വ്യാപാരവൃന്ദം വരുന്ന ജനങ്ങൾ
വരുന്ന നാളത്ത് സ്വാതന്ത്ര്യത്തിന്റെ സൂര്യന് വേണ്ടി പൊഴിച്ച ജീവിതത്തിന്റെ പ്രിയപ്പെട്ടത് അത്രയും സമർപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉദാഹരണത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുടെ പേരില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനയായി സംഘപരിവാരവും BJPയും ഇന്ത്യയിൽ ഒറ്റപ്പെടുമ്പോൾ ആ അപമാനകരമായ മാപ്പെഴുതി കൊടുത്തലിന്റെ ചരിത്രം മാറ്റാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു സംഭാവന പോലും ചെയ്യാത്ത ഇന്ത്യയിലെ ഭരണകൂടം ഒരു പുതിയ ചരിത്രത്തെ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണ്. അധികാരത്തിന്റെ ചെങ്കോലാണിത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ്. എവിടേക്കാണ് ഇന്ത്യയുടെ യാത്ര? ഇന്ത്യയുടെ മതനിരപേക്ഷത, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ പരമാധികാരം, ഗ്യാരണ്ടികളുടെ ഘോഷയാത്രയാണിപ്പോ. 15 ലക്ഷം ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് തരുമെന്ന് തുടങ്ങിയ ഗ്യാരണ്ടികളാണ്. ഇപ്പൊ മോദി തന്നെ പറഞ്ഞു തുടങ്ങി. കുഞ്ഞാഞ്ഞയുടെ പാട്ട് നന്നായിട്ടുണ്ട് എന്ന് പണ്ടൊരാൾ പറഞ്ഞപ്പോ ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ കുഞ്ഞാഞ്ഞ തന്നെ എന്ന് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ചെന്നിട്ട് മൂപ്പര് പ്രഖ്യാപിക്കുകയാണ് ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്താ മോദിയുടെ ഗ്യാരണ്ടി? ഇപ്പൊ തൃശ്ശൂർ കുറെ ബോർഡ് ഇറങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും. മോദിയുടെ ഗ്യാരണ്ടി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തു. എത്ര കേന്ദ്രമന്ത്രിമാരാ? തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി, ആറ്റിങ്ങലിൽ മോദിയുടെ ഗ്യാരണ്ടി മുരളീധരൻ കേന്ദ്രമന്ത്രി, പത്തനംതിട്ടയുടെ മോദിയുടെ ഗ്യാരണ്ടി അനിൽ ആന്റണി കേന്ദ്രമന്ത്രി, ആലപ്പുഴയിൽ മോദിയുടെ ഗ്യാരണ്ടി പിന്നെ നമ്മുടെ ശോഭ സുരേന്ദ്രൻ പിന്നെ കേന്ദ്രമന്ത്രി, എറണാകുളത്ത് മോദിയുടെ ഗ്യാരണ്ടി KS രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രി, കോഴിക്കോട് മോദിയുടെ ഗ്യാരണ്ടി MD രമേശ് കേന്ദ്രമന്ത്രി, വയനാട്ടിൽ മോദിയുടെ ഗ്യാരണ്ടി സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി, ആറ്റിങ്ങലിൽ പിന്നെ മുരളീധരന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി മോദിയുടെ കേന്ദ്രമന്ത്രി. മോദിയുടെ കേന്ദ്രമന്ത്രിമാർ എത്ര പേരുണ്ടാകും കേരളത്തിൽ നിന്ന്? മോദിയുടെ കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് കേരളത്തിൽ നടക്കാൻ പറ്റാത്ത പരുവത്തിൽ മാറുന്ന വിധത്തിൽ മോദി ഗ്യാരണ്ടിയോട് ഗ്യാരണ്ടിയാണ്. മോദിക്ക് ധൈര്യമായിട്ട് ഗ്യാരണ്ടി കൊടുക്കാലോ. ഈ പറഞ്ഞ 8 എണ്ണത്തിൽ ഒരുത്തനെ പോലും ലോകസഭയുടെ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് പോലും തൃശ്ശൂരും കേരളവും എടുക്കാത്തത് കൊണ്ട് മോദിക്ക് ഗ്യാരണ്ടി പറയാം. മോദിക്ക് ധൈര്യമായി ഗ്യാരണ്ടി പറയാം. നമ്മുടെ നാട്ടിലെ എടുക്കാക്കാശായിട്ടുള്ള ആളുകളെ മുഴുവൻ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് ജയിച്ചാൽ ഞാൻ ആക്കാം എന്നല്ലേ പറഞ്ഞുള്ളൂ. ജയിക്കാത്തത് കൊണ്ടാക്കിയില്ല. ഇവരൊക്കെ ജയിച്ചൊരു കാലമുണ്ടല്ലോ. രാജ്യസഭയിൽ വിരാജിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ. അന്ന് കേന്ദ്രമന്ത്രിയായോ? അന്ന് 16 മന്ത്രിസഭാ പുനഃസംഘടന നടന്നു. ഒരു ചെറിയ വകുപ്പിന്റെ സംസ്ഥാന മന്ത്രിയായി വെക്കാൻ BJPയുടെ നേതൃത്വം തയ്യാറായില്ല. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഇങ്ങനെ തുടർച്ചയായി ഇറങ്ങുന്നത് എന്തേ? ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതാണോ കേരളത്തിനോടുള്ള വിരോധം? കേരളത്തിന് തരാനുള്ള 57,432 കോടി രൂപ ഈ കേരള സംസ്ഥാനത്തിന് തരാൻ എന്തേ കേന്ദ്ര ഗവൺമെന്റിന് ഇത്ര വിരോധം? അതാണ് ചോദ്യം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് കഴിഞ്ഞ 8 വർഷക്കാലമായി നിറവോടെ കേരളത്തെ ഭരിക്കുന്ന കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് BJPക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് സ്വാഭാവികം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2021 പിണറായി വിജയൻ പ്രകടന പത്രിക പുറത്തിറക്കുന്ന യോഗത്തിൽ വെച്ചു പറഞ്ഞു, BJPയുടെ കേരളത്തിലുള്ള അവസാനത്തെ അക്കൗണ്ട് ഇത്തവണ ഞങ്ങൾ പൂട്ടിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂട്ടിക്കും എന്ന് പറഞ്ഞാൽ നല്ല ഗോദറേജിന്റെ പൂട്ടിച്ചു BJPയുടെ അക്കൗണ്ട് ഈ കേരളത്തിൽ. വിരോധമുണ്ടാകും, സ്വാഭാവികം. എന്നാൽ കോൺഗ്രസിന് കേരളത്തിനോട് എന്തേ ഇത്ര വിരോധം? നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഭർത്താവിന്റെ പുസ്തകം വായിച്ചാൽ വാജ്പേയിയുടെ പിന്നെ നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ടാൽ കത്തിച്ച് ചാരമാക്കുന്ന വിധത്തിലുള്ള ലേഖനം എഴുതിയ പുസ്തകം എഴുതിയ ഭർത്താവിനെ നിരാകരിച്ച കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അദ്ദേഹം പറയുകയാണ്, കേരളം ഒരുപാട് ദുർച്ചെലവുകൾ നടത്തുന്നു. എന്താ ദുർച്ചെലവ്? കേരളത്തിന്റെ ദുർച്ചെലവ്. കേരളത്തിന് എങ്ങനെ പണം കിട്ടും?
57,432 കോടി എങ്ങനെ കൊടുക്കും? കേരളത്തിന് കടം മേടിക്കാനുള്ള അവകാശം ഞങ്ങൾ എങ്ങനെ കൊടുക്കും? കേരളം ഒരുപാട് ദുർച്ചെലവുകൾ നടത്തുന്നു. എന്താ ദുർച്ചെലവ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലത് കണ്ടാൽ ദുർച്ചെലവായി തോന്നും. എന്താണ് ദുർച്ചെലവ്? ഒന്നാമത്തെ ദുർച്ചെലവ് കേരളത്തിന്റെ സാമൂഹിക ക്ഷേമ പെൻഷൻ. നിർമ്മലാ സീതാരാമൻ പറയുന്നു ഞങ്ങളും കൊടുക്കുന്നുണ്ട് പെൻഷൻ. എത്രയാ കൊടുക്കുന്നേ? ഒരാൾക്ക് 60 വയസ്സു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് 200 രൂപ കൊടുക്കും. ഓ, വലിയ കാശായിപ്പോയി. അവർ പറഞ്ഞു 60 വയസ്സുകാർക്ക് 200 എന്നുള്ളത് കൊണ്ട് 80 വയസ്സ് കഴിഞ്ഞവർക്ക് ഞങ്ങൾ കുറച്ചുകൂടി കൂട്ടി കൊടുക്കും. എത്ര കൊടുക്കും? 300 കൊടുക്കും. 200 60 വയസ്സ് കഴിഞ്ഞവർക്ക്, 300 80 വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മാനം. ആ പെൻഷൻ 1600 കേരളത്തിൽ 62 ലക്ഷം വരുന്ന മനുഷ്യരുടെ വീട്ടുമുറ്റത്തെത്തി സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ തൊഴുകൈയോടെ എല്ലാ മാസവും കൊടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനത്തിന് ഒരേ ഒരു പേരേയുള്ളൂ. ആ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളം. ആ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി രംഗത്തിറങ്ങി, ബക്കറ്റ് എടുത്തു പിരിച്ചു. കോൺഗ്രസിന്റെ വേദിയിൽ പോയി, BJPയുടെ വേദിയിൽ പോയി, എല്ലായിടത്തും പ്രസംഗിച്ചു. കോൺഗ്രസ്സുകാർ പറഞ്ഞതനുസരിച്ച് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. കോടതി പറഞ്ഞു 1600 രൂപ വെച്ചു കുടിശ്ശിക 3 മാസക്കാലം ഈ മറിയക്കുട്ടി ചേട്ടത്തിക്ക് കൊടുത്തേക്കണം കേരളത്തിലെ ഗവൺമെന്റിനോട്. ഞങ്ങൾ ആലോചിച്ചു, 2015 മറിയക്കുട്ടി ചേട്ടത്തി കേസ് കൊടുത്തതെങ്കിൽ കോടതി എന്തു പറയും? കോടതി പറയും 600 രൂപ വെച്ചു 18 മാസക്കാലത്തെ കുടിശ്ശിക മറിയക്കുട്ടി ചേട്ടത്തിക്ക് കൊടുക്കണം. കാരണം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളം വിട്ടുപോകുന്ന കാലത്ത് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിരുന്ന ക്ഷേമ പെൻഷൻ കേവലം 600 രൂപയാണ്. ആ 600 രൂപ 18 മാസക്കാലത്തെ കുടിശ്ശിക വരുത്തി. ആ 18 മാസക്കാലത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിൻ്റെ അപമാനകരമായ അനുഭവവുമായിട്ടാണ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ വലിച്ചെറിഞ്ഞത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നിട്ട് എന്തു ചെയ്തു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷന്റെ 18 മാസക്കാലത്തെ കുടിശ്ശികയും കൊടുത്തു തീർത്തു. 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തു എന്നല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 600 700 ആക്കി, 700 1000 ആക്കി, 1000 1100, 1200, 1300, 1400, 1500, 1600. ഐക്യജനാധിപത്യ മുന്നണി പെൻഷൻ കൊടുത്തിരുന്നത് 32 ലക്ഷം പേർക്കാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് 62 ലക്ഷം പേർക്കായി ഉയർത്തി. പ്രിയപ്പെട്ടവരെ, അഭിമാനപൂർവം സഖാവ് EMSന്റെ നാമധേയത്തിലുള്ള ഈ വേദിയിൽ വെച്ച് തൃശ്ശൂരിലെ യുവത്വത്തിന്റെ കരുത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, കേരളത്തിലെ 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ചത് ഒരു കോടതിയും പറഞ്ഞിട്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിലൂടെ തീരുമാനിച്ചതാ. ഞങ്ങളെ ഒന്നും അങ്ങനെ പഠിപ്പിക്കാൻ ആരും വരണ്ട. ആ പെൻഷൻ മുടങ്ങാനുള്ള കാര്യമെന്ത്? ആ പെൻഷൻ മുടങ്ങാനുള്ള കാര്യം, ആ പെൻഷൻ കൊടുക്കാനുള്ള കേരളത്തിന്റെ അവകാശത്തെ നിഷേധിക്കുന്ന വിധത്തിൽ കേരളത്തിലെ കടമെടുക്കാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തേ കേരളത്തിന് പണച്ചെലവ്? 7.5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലൂടെ വന്നുപോയ ദുരന്തങ്ങളുടെ തീമഴ. കേരളത്തിൽ കോവിഡ് ഉണ്ടായി, കേരളത്തിൽ പ്രളയമുണ്ടായി, കേരളത്തിൽ നിപ്പയുണ്ടായി, കേരളത്തിൽ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി. എത്ര വലിയ ദുരന്തത്തിന്റെ നടുവിലൂടെ ഈ കേരളം കടന്നുപോയി. ആ ഒരു ദുരന്തത്തിലും കേരളത്തിലെ ഗവൺമെന്റ് മലയാളിയെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയോ? 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ ദുരന്തമാണ് പ്രളയം. 2018 പ്രളയം, മറക്കാനാകാത്ത പ്രളയം. തലയ്ക്കുമീതെ വെള്ളം വന്ന് 4 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നവനെ പോലും വെള്ളം പിടിച്ച്
ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കിയ ദുരന്തം. ആ ദുരന്തമുണ്ടായപ്പോ അറബ് ലോകം 300 കോടി രൂപയുടെ ആദ്യ സഹായം കേരളത്തിന് പ്രഖ്യാപിച്ചു. ഒരു കച്ചിത്തുരുമ്പ് പിടിച്ചു കയറാൻ ഒരു വഴി പേടിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചു. കേന്ദ്രത്തിനോട് പറഞ്ഞു, എന്നാൽ ഭൂമി തിരിയുന്ന എല്ലായിടത്തുമുള്ള മലയാളികൾ അവരുടെ ജോലികളിൽ നിന്ന് അവരുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന കൊച്ചു സംഖ്യകൾ ഏറ്റുവാങ്ങി അത് നവകേരളത്തെ നിർമ്മിക്കുന്നതിലെ ഒരു സമ്പാദ്യമായി കൊടുക്കാൻ ഞങ്ങളെ അനുവദിക്കണം. 17 മന്ത്രിമാർ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദത്തോടെ ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി അവിടുത്തെ പ്രവാസികളുടെ സഹായം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ യാത്ര പോയിക്കോട്ടെ. അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് വിരോധമില്ല. ഞാനും ഗ്രീഷ്മയും മോസ്കോയിൽ നടന്ന ലോക ജനാധിപത്യ യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അന്ന് പോകാൻ പാസ്പോർട്ടും വിസയും മാത്രം മതി, പിന്നെ ടിക്കറ്റ് കൂടി ഉണ്ടായാൽ ധൈര്യമായി കയറി പോകാം. പക്ഷെ ഇന്നെനിക്ക് അങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ പ്രത്യേകമായ അനുമതി വേണം. അതൊരു സാങ്കേതികമാണ്. ഞാൻ ഇവിടെ നിന്ന് മന്ത്രിയായ കെ രാജൻ ഇവിടെ നിന്ന് മോസ്കോയിലേക്ക് പോകുന്നു എന്നൊരറിയിപ്പ് അതവിടെ എംബസിക്ക് നൽകും. നമ്മളെത്തുന്ന എല്ലായിടത്തും ആ പരിരക്ഷയുണ്ടാകും. കേരളത്തിന്റെ അനുവാദത്തോടെ അങ്ങനെ പോകാനാകൂ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 17 മന്ത്രിമാർ പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് ടിക്കറ്റ് എടുത്ത് വിസയെടുത്ത് പാസ്പോർട്ട് തയ്യാറാക്കി കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയ വീടും പാലവും കെട്ടിടങ്ങളും പള്ളിക്കൂടങ്ങളും തിരിച്ചു പിടിക്കാനുള്ള യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ പേഴ്സണൽ മന്ത്രാലയം പറഞ്ഞു, മുഖ്യമന്ത്രി ഒഴികെ 16 മന്ത്രിമാർക്കും യാത്രാനുമതി നിഷേധിക്കുന്നു. എന്തേ അവർ ചെയ്ത കുറ്റം? അവരാരെങ്കിലും രാജ്യദ്രോഹികളാണോ? അവരാരെങ്കിലും ഏതെങ്കിലും കേസിൽപ്പെട്ടു വാറന്റുള്ളവരാണോ? അവരേതെങ്കിലും കേസിൽപ്പെട്ടു പിടികിട്ട പുള്ളികളാണോ? അവരാ രാജ്യങ്ങളിൽ ശത്രു രാജ്യവുമായി ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കാനോ ഏതെങ്കിലും വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനോ പോയവരാണോ? അല്ലേയല്ല. അവര് പോകാൻ വേണ്ടി തീരുമാനിച്ചത് ഈ മണ്ണിന്റെ മാറിലെല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യൻ അത്താണിയാകാനുള്ള ഒരു മഹാപരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ തകർക്കണം. 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളത്തിലെ 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളിയെ ഒറ്റപ്പെടുത്തണം. അതല്ലേ പ്രധാനപ്പെട്ട ലക്ഷ്യം? അതിലൊന്നിച്ചു നിന്നു BJPയോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പക്ഷം. ഇന്ദിരാഭവനിൽ വട്ടം കൂടിയിരുന്നൊരു സർവമത പ്രാർത്ഥന, ഒരു പൊട്ടിക്കരച്ചിൽ, ഒരു പ്രസ്താവന, ഒരു പ്രതിഷേധം ഇന്ദിരാഭവനിൽ നിന്നുണ്ടായില്ല. സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ മാസം കിട്ടുന്ന ശമ്പളത്തിൽ 3 ദിവസത്തെ ശമ്പളം, എല്ലാമൊന്നും വേണ്ട, 3 ദിവസത്തെ ശമ്പളം. 10 മാസം ഒരുമിച്ചു കിട്ടിയാൽ 1 മാസത്തെ ശമ്പളം, അതുമതി നവകേരളത്തിന്റെ അടിത്തറ പണിയാൻ. BJPയും കോൺഗ്രസും സംഘടിതമായി പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 മണി അരി പോലും കൊടുക്കരുത്, 1 പൈസ പോലും കൊടുക്കരുത്, ഒരു മനുഷ്യാധ്വാനം പോലും കൊടുക്കരുത്. എന്തായിരുന്നു ലക്ഷ്യം? വീട് തകർന്ന, പാലം തകർന്ന, റോഡ് തകർന്ന, അംഗനവാടികൾ തകർന്ന, പള്ളിക്കൂടങ്ങൾ തകർന്ന, മുന്നോട്ട് നയിക്കാൻ വഴിയില്ലാത്ത വിധത്തിൽ ഒറ്റപ്പെട്ട മലയാളിയെ ആ ക്രൂരതയ്ക്ക് തുടർച്ച അനുവദിച്ചാൽ കേരളത്തിലെ പിണറായി സർക്കാരിനെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ജനങ്ങൾ വലിച്ചെറിയുമെന്ന പ്രതീക്ഷയിൽ 3.5 കോടി മലയാളിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ക്രൂരതയ്ക്ക് BJPയും കോൺഗ്രസും ആ പ്രളയകാലത്ത് ഇവിടെ നേതൃത്വം നൽകിയില്ലേ? 1000 വീട് പണിതു കൊടുക്കും. എവിടെ? 1000 വീട് പോയിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ പണിത ഒരു 100 വീടിന്റെ പേര്, 100 വീടിന്റെ വിലാസം വരാൻ പോകുന്ന പ്രിയപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ
കേരളത്തിൽ ലൈഫിൽ പണിത 3.25 ലക്ഷം വീടിന്റെ വിലാസം നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ കോൺഗ്രസിനോട് ചോദിച്ചു, പ്രളയകാലത്ത് പിരിച്ച പണം കൊണ്ട് പണിയാൻ തീരുമാനിച്ച 1000 വീടിന്റെ പേര് മുണ്ടാട്ടയില്ല. കേരളത്തിൽ ലക്ഷ്യം കേരളത്തെ തകർക്കാൻ BJPയും കോൺഗ്രസും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി. എന്തായിരുന്നു ബലം? ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായാൽ അവിടെ നിന്ന് ഈ നാട്ടിലേക്ക് നാടോടികളെ പോലെ വരുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കറുത്തു മെലിഞ്ഞ് കണ്ണൊട്ടി കരയാൻ ഒരു തരി കണ്ണുനീരു ബാക്കിയില്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾ, കങ്കാരുവിനെ പോലെ ഉടുത്ത സാരിയിൽ മുലകുടി മാറാത്ത കുഞ്ഞിനെ ഉറക്കിക്കെടുത്തിയ പാവപ്പെട്ട സ്ത്രീകൾ, അവരുടെ കയ്യിലുള്ള വെള്ളക്കാടിൽ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കഴുത്ത മഷിയിൽ രേഖപ്പെടുത്തി നട്ടുച്ച നേരത്ത് വീടിന്റെ മുമ്പിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ച് അമ്മ എന്ന ഒറ്റ മലയാളം വിളിയോടെ ഈ കത്ത് കൈമാറും. യാചകരെ പോലെ, ഭിക്ഷാന്തേഹികളെ പോലെ അവര് പറയും, ഞങ്ങളുടെ നാട്ടിൽ പ്രളയമുണ്ടായി, ചുഴലിക്കാറ്റുണ്ടായി, പേമാരിയുണ്ടായി, സഹായിക്കാൻ ആളില്ല, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ നഷ്ടപ്പെട്ടു, സഹായിക്കാൻ ഗവൺമെന്റ് ഇല്ല, എന്തെങ്കിലും തരണം അമ്മ. കൈ നീട്ടുകയാണ് പാവപ്പെട്ട സ്ത്രീകൾ. അവരുടെ മുമ്പിലേക്ക് കയ്യിൽ വെച്ചതെല്ലാം സ്നേഹത്തോടെ നിക്ഷേപിച്ചിരുന്ന ഒരു അമ്മ കുടുംബം ഈ കേരളത്തിലുണ്ടായിരുന്നു. ഒരമ്മ മനസ്സ് ഈ കേരളത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ പറയട്ടെ, കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാതെ കേരളത്തിലെ പ്രതിപക്ഷം മനുഷ്യ നിർമ്മിത ദുരന്തം എന്ന് വിളിച്ചപമാനിച്ച 2018 അതിഭീകരമായ പ്രളയത്തിൽ 30,000 കോടി രൂപ നഷ്ടപ്പെട്ട ഈ കേരളത്തിൽ മൂക്ക് താഴോട്ട് നീണ്ട 3.5 കോടി മലയാളിയിൽ ഒരാളെപ്പോലും അന്യ സംസ്ഥാനത്തേക്ക് പിച്ചതണ്ടാൻ വിടാത്ത ഇന്ത്യയിലെ ഗവൺമെന്റിനൊരു പേരേ ഉള്ളൂ. ആ പേരാണ് പിണറായി സർക്കാർ. ആ യാഥാർത്ഥ്യം ഇന്ത്യയിലെ കോൺഗ്രസ് പിടികിട്ടിയില്ലേ? കോൺഗ്രസ് പ്രതീക്ഷിച്ചത് തോൽക്കും ഈ തിരഞ്ഞെടുപ്പിൽ. 91 സീറ്റ് അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ 99 സീറ്റോടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാര കേന്ദ്രത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞയച്ചത് അവർ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് നിൽക്കുന്ന ഗവൺമെന്റ് ആയതുകൊണ്ടല്ലേ. കോവിഡ് വന്നു. കോവിഡ് കേരളത്തെ പിടിമുറുക്കിയപ്പോ അമേരിക്കയിൽ 70 വയസ്സായ മനുഷ്യന്റെ മുഖത്തു നിന്ന് മാസ്ക് ഊരി മാറ്റി 40 വയസ്സുകാരന്റെ മുഖത്തേക്ക് കൊടുക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രായമായ പയ്യപ്പള്ളി മൂലയിലെ 109 വയസ്സായ ജാനകി അമ്മായി 3 കോവിഡിനെയും നേരിട്ട് തെങ്ങിടിച്ചാൽ പന വീഴുമെന്ന് പറയുന്ന കരുത്തോടെ 18 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി 1.5 വയസ്സുകാരി പേരക്കുട്ടിയെ കുളിപ്പിക്കുന്ന നാടായി കേരളം മാറിയത് കേരളത്തിൽ ഭരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉണ്ടായതുകൊണ്ടല്ലേ. കേരളത്തിലെ മനുഷ്യന് കിറ്റ് മിസ്സടിച്ചാൽ ആശാ വർക്കറുടെ നേതൃത്വത്തിൽ 108 ആംബുലൻസിൽ കയറിയാൽ രാവിലെ തേക്കാനുള്ള പേസ്റ്റും ബ്രഷും മുതൽ രാത്രി കൊതുകിനെ ഓടിക്കാൻ മരുന്ന് വരെ, പരിശോധിക്കാൻ ഡോക്ടറും പരിചരിക്കാൻ നഴ്സും നേരത്തിനു മരുന്നും ആവശ്യമായ ഭക്ഷണവും കൊടുത്ത കോവിഡിനെ നേരിടുന്നതിൽ മാതൃക കാണിച്ച ഗവൺമെന്റ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ തകർക്കണം. എന്തെല്ലാം പെരുന്നാൾ നടത്തി ഈ നാട്ടില്. ഇവിടെ ED വന്നു, ഇവിടെ ഇൻകം ടാക്സ് വന്നു, ഇവിടെ CBI വന്നു. എന്തെങ്കിലും നടന്നോ? എന്തു തുടങ്ങിയതാണ്? കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യും, കേരളത്തിലെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യും, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇനി ജയിലിൽ കൂടേണ്ടി വരും. എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ! എന്തേ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ, ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിലെ മന്ത്രിമാരെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ ഈ പത്രങ്ങളിൽ വാർത്ത കൊടുത്ത് ആശങ്കപ്പെടുത്തുന്നതല്ലാതെ ഒരുത്തന്റെ കയ്യിൽ പോലും പിടിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ EDക്ക് പറ്റാത്തത് ഈ കൈകൾ ശുദ്ധമാണ് എന്നുള്ളത് കൊണ്ടല്ലേ. ആ ഗവൺമെന്റിനെ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കുക.
വെടിക്കെട്ടുകാരന്റെ വീട്ടിലെ കുട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ വന്നാൽ നരേന്ദ്രമോദി അത് ഈ കേരളത്തിൽ വില പോകുന്ന സംഭവമല്ല. ഞങ്ങൾ ഇടതുപക്ഷം എത്ര സമരപന്തലുകളിൽ, എത്ര സമര പോരാട്ട വീതികളിൽ നീന്തി കയറിയവരുടെ രാഷ്ട്രീയ നേതൃത്വമാണിത്. കേരളം കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ കടന്നു വന്ന അഭിമാനകരമായ അനുഭവങ്ങൾ. കേരളത്തിലെ പള്ളിക്കൂടങ്ങളെ നിങ്ങൾ നോക്കൂ. ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മന്ത്രിക്ക് 5ാം ക്ലാസ്സിൽ വീണ്ടും പഠിക്കണം എന്ന് തോന്നുന്ന വിധത്തിൽ മനോഹരമായ കെട്ടിടങ്ങൾ കേരളത്തിലെ പള്ളിക്കൂടങ്ങളിൽ ആരംഭിക്കപ്പെടുന്നു. അരിക്കൊമ്പനെ കൊണ്ടുപോയ നേരത്താണ് മൂന്നാറിലെ റോഡ് കേരളം കണ്ടത്. കേരളത്തിൽ ഇത്ര മനോഹരമായ റോഡുകൾ നിർമ്മിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ കാർഷിക മേഖലയിൽ അത്യുജ്വലമായ മാറ്റമുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലകളിൽ സമാനതകളില്ലാത്ത വിധം കേരളത്തെ മുന്നോട്ട് നയിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ കിഫ്ബി ഒരുപക്ഷെ കേരളത്തിൽ നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും അഭിമാനകരമായ അടയാളപ്പെടുത്തലായി മാറി. 20 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ആ കേരളം എന്ന് ഇന്നേ ചിന്തിക്കാൻ കേരളത്തിന് ശക്തി പകർന്ന ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള കിഫ്ബി 82,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ കേരളത്തിലെ അത്യുജ്വലമായ നേട്ടങ്ങൾ ഏറ്റുവാങ്ങാൻ അവസരമുണ്ടായ ജില്ലകളിലൊന്നായി തൃശ്ശൂർ മാറിയില്ലേ? കിഫ്ബിയുടെ എത്രയേറെ പ്രോജക്റ്റുകൾ 300 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ തൃശ്ശൂരിലെ പുത്തൂരിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് അടക്കം തൃശ്ശൂർ ജില്ല സാംസ്കാരിക തലസ്ഥാനം അതിവേഗം നേടിയ നേട്ടങ്ങളുടെ കരുത്തിൽ ഈ കേരളം മുന്നോട്ട് പോകുമ്പോൾ ആ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നടപടികൾക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ പ്രതിഷേധം ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേന്ദ്രം കേരളത്തിനോട് ജനവിരുദ്ധമായ ഈ സമീപനം നടത്തുമ്പോൾ ആ സമീപനത്തിനെതിരായി കേരളം ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു സമരത്തിന് നേതൃത്വം നൽകണം. 1964 സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി കേരളം നടത്തിയ വലിയ സമരം പോലെ സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി ഒരു മനസ്സായി കേരളം നടത്തിയ വലിയ സമരം പോലെ കേരളത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മനുഷ്യരെയും കൂട്ടിയിണക്കി, കുട്ടികളുടെ നിറമില്ലാതെ മുദ്രാവാക്യത്തിൻ്റെ വേർതിരിവുകളില്ലാതെ ഒരു മനസ്സായി കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി നാം സമരം നടത്തണം. ഇതാണ് കേരളം നിശ്ചയിച്ചത്. ആ സമരം കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ കേരള വിരുദ്ധമായ നടപടിക്കെതിരാകണം. പാർലമെന്റിൽ അത് പ്രതിഫലിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഞങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് പാർലമെന്റ് അംഗങ്ങളുടെ യോഗം ചേർന്നത്. ആ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ലോകസഭാംഗങ്ങൾ UDFന്റെ 18 പേർ അവരുൾപ്പെടെ പങ്കെടുത്ത യോഗം, തൃശ്ശൂരിൻ്റെ അന്നത്തെ MP ഉൾപ്പെടെ പങ്കെടുത്ത യോഗം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ പറഞ്ഞു, കേരളത്തിന് ലഭ്യമാകാനുള്ള ഈ പണം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ അകത്തളത്തിൽ ശ്രദ്ധേയമായ വിധത്തിൽ ഇത് അവതരിപ്പിക്കാൻ പാർലമെന്റ് അംഗങ്ങൾ നേതൃത്വം നൽകണം. ചാലക്കുടിയിൽ MP ആണ് ആദ്യം പറഞ്ഞത്, ഞാൻ അവതരിപ്പിക്കും ആ പ്രമേയം. തൃശ്ശൂരിലെ MP പിന്നെ പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കും ആ പ്രമേയം. ഞങ്ങൾ പറഞ്ഞു, നല്ലതുപോലെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആര് വേണമെങ്കിലും അവതരിപ്പിക്കാം, നമുക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. പാർലമെന്റിന്റെ യോഗം തീരും വരെ ഈ കേരളത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 18 MP-മാർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരക്ഷരം മിണ്ടിയില്ല കേരളത്തിന് വേണ്ടി. തൃശ്ശൂരിന്റെ MP ഉൾപ്പെടെ ഒരക്ഷരം മിണ്ടിയില്ല കേരളത്തിന് വേണ്ടി. രണ്ടാമത് വീണ്ടും പാർലമെന്റ് ചേരുന്നു, വീണ്ടും യോഗം ചേർന്നു. അന്ന് നാം തീരുമാനിച്ചു ഒരു പ്രമേയം തയ്യാറാക്കുക. ആ പ്രമേയത്തിൽ എല്ലാ MP-മാരും ഒപ്പിടുക. കഴിഞ്ഞ തവണ തെറ്റുപറ്റി, ഇത്തവണ ഞങ്ങൾ തയ്യാർ, വീണ്ടും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ആ
അത്തവണയും ആ പ്രമേയത്തിൽ ഒപ്പിടാൻ കോൺഗ്രസ് തയ്യാറായില്ല. എന്തേ ഒപ്പിടാഞ്ഞത്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ആവശ്യമാണോ? അല്ല. മലയാളിയായ മനുഷ്യന്റെ ആവശ്യം, നമ്മുടെ പെൻഷൻ കൊടുക്കാൻ, നമ്മുടെ ലൈഫിന്റെ വീട് പണിയാൻ, നമ്മുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ, നമ്മുടെ പാടങ്ങളിൽ സംഘകൃഷിയുടെ സംഗീതം മുഴങ്ങാൻ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറാൻ, നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് അതിശക്തമായ സമരത്തിന് നാം ഒരുമിച്ചിറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ എംബെ കോൺഗ്രസ് നിങ്ങൾ മാറി നിന്നു. ഇപ്പോ അച്ഛന് മോദി പിന്നെ ശക്തി കൊടുക്കുന്നതും അമ്മയ്ക്ക് ശക്തി കൊടുക്കുന്നതും മോദിജിയാണെന്ന് പറയുന്ന മക്കൾ പറയുന്നുണ്ടല്ലോ. 4 കോടി വീട് എവിടെ? ഇന്ത്യ രാജ്യത്ത് 4 കോടി വീട് ഞങ്ങൾ കൊടുത്തു. ഇനിയും കോടിക്കണക്കിന് വീട് കൊടുക്കാൻ പോകുന്നു. എത്ര രൂപയാണ് ഒരു വീടിന് കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത്? 72,000 രൂപ ഒരു വീട് നിർമ്മിക്കാൻ. ഇവിടെ ജനറൽ വീടിന് 4 ലക്ഷവും പട്ടികവർഗക്കാരന്റെ വീടിന് 6 ലക്ഷവും കൊടുക്കുന്ന കേരളം ഉൾപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾക്ക് പദ്ധതിയുണ്ട്. പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന 72,000 രൂപ തരും. ഒന്നുമാകില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു 72,000 എങ്കിൽ 72,000. 6 മോഡി വീട് സമം ഒരു പിണറായി വീട്, അങ്ങനെ ഒരു കണക്കെടുക്കാം. 72,000 വെച്ച് തന്നാൽ ഒരു 4,30,000 വീട്, പിന്നെ രൂപ 6 വീടിന് കിട്ടും. അത് വെച്ചൊരു വീട് പണിയാം. കുഴപ്പമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നു, പണം തന്നോളൂ. പണം തന്നോളൂ എന്ന് പറഞ്ഞപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത ഇൻഡാസ് പണം തരാം. എത്ര? 72,000. പക്ഷേ വീട് പണിത് കഴിയുമ്പോൾ കട്ലപ്പടിയുടെ വലതുഭാഗത്ത് താടി വെച്ച മോദിയുടെ ഒരു വലിയ പടവും പിന്നെ PMAY എന്നെഴുതിയൊരു ചുമരെടുത്തും വേണം. സൗകര്യമില്ല കേരളത്തിന് എന്ന് കേരളം അങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ഒരു വീട് പണിതട്ടെ. ഞാൻ ഇരിക്കുന്ന ആളുകളോട് വെല്ലുവിളിക്കാൻ പാടില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിലെ 3.25 ലക്ഷം വീട് പണിതതിൽ സംഘപരിവാരത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടയാളെ നിങ്ങൾ തീരുമാനിച്ചോ? ആ 3.25 ലക്ഷം വീടിൽ ഒരു 10 വീട് ഇത് ലൈഫിലെ വീടാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്തെങ്കിലും അടയാളമുണ്ടോ? ലൈഫിൽ പണിയുന്ന വീടിന് ഒരു കളറുള്ള പിന്നെ പെയിന്റ് അല്ല. ലൈഫിൽ പണിയുന്ന വീട്ടിൽ പിണറായി വിജയന്റെ പടമില്ല. ലൈഫിൽ പണിയുന്ന വീട്ടിൽ കേരളത്തിലെ ലൈഫ് എന്നെഴുതി വെച്ചിട്ടില്ല. ലൈഫിൽ പണിയുന്ന വീട്ടിൽ ആനക്കുട്ടിയുടെ പടമുള്ള എംബ്ലമില്ല. കേരളം കേന്ദ്രത്തിനോട് പറഞ്ഞു 72,000 രൂപ ഞങ്ങൾ സ്വീകരിച്ച് ഒരു വീട് പണിയുമ്പോൾ നിങ്ങളുടെ മോദിയുടെ പടം വെച്ചാലുള്ള പ്രശ്നം എന്താ? ആ വീട്ടിലെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ അവന്റെ കൂട്ടുകാർ പറയും നിനക്ക് ദാനം കിട്ടിയ ഭൂമിയിലാണ് ജീവിക്കുന്നത്, നിനക്ക് ദാനം കിട്ടിയ വീട്ടിലാണ് ജീവിക്കുന്നത്. അങ്ങനെ പറയാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. മോദി പണം തന്നില്ലെങ്കിൽ വീടില്ലാത്ത മേൽക്കൂരയില്ലാത്ത കേരളത്തിലെ മുഴുവൻ മനുഷ്യനും വീട് വെച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം 2ാം പിണറായി സർക്കാർ ഏറ്റെടുക്കും. ഒരു തർക്കവും കേരളത്തിൽ ആ കാര്യത്തിൽ വേണ്ട. ഉദയനാണ് താരത്തിലെ ശ്രീനിവാസന്റെ പോലെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കക്കൂസ് പണിയാൻ സ്ഥലം അനുവദിച്ചാലും വാതിലിന്റെ പുറത്ത് എൻ്റെ തല എൻ്റെ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫിഗർ, ഇങ്ങനെ നാണം കെട്ട ഒരു ഗവൺമെന്റ്, ഫെഡറലിസത്തെ തരി പോലും ചിന്തിക്കാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ജനവിരുദ്ധതയ്ക്ക് മറുപടി പറയാൻ നാം കാത്തുസൂക്ഷിച്ച മതനിരപേക്ഷതയുടെ സമുജ്വലമായ അടയാളപ്പെടുത്തലുകളെ ഹൃദയത്തിലേറ്റുവാങ്ങാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകണം. ആ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ BJPയുടെ അധികാരത്തിന്റെ തെറ്റപ്പല്ലു പറിക്കാൻ മനസ്സിലൊരു കല്ലേറിന്റെ കരുത്തെങ്കിലും സമാഹരിക്കാവുന്ന മുഴുവൻ ആളുകളും അണിചേരണം. പക്ഷേ അതിൽ അണിചേരുമ്പോൾ അതിൽ നിർണായക ശക്തിയായി കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകണം. ആ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തെയാണ് നാം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കാൻ വോട്ടുകുത്തിയാൽ കാലുമാറാത്ത ഒരാൾ വേണം.
വോട്ടുകുത്തിയാൽ വഴിമാറിപ്പോകാത്ത ഒരാൾ വേണം. മോദിയുടെ താടിയെ പേടിക്കാത്ത, CBIയെയും ഇൻകം ടാക്സിനെയും EDയെയും പേടിക്കാത്ത, കമ്മ്യൂണിസ്റ്റായി ജനിച്ചു വീണത് ഒരു പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടിയിലാണെങ്കിൽ മരിക്കുന്ന നേരത്തും ആ ചെങ്കൊടി മതി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരാൾ, അയാൾക്കൊരു പേരേയുള്ളൂ തൃശ്ശൂരിലെ ലോകസഭാ മണ്ഡലത്തിൽ. അദ്ദേഹത്തിന്റെ പേര് സഖാവ് VS സുനിൽകുമാറാണ് എന്ന് നാം തിരിച്ചറിയുന്ന ഒരു ഘട്ടം. ജനാധിപത്യത്തിൽ രാഷ്ട്രീയം പറയണം, ജനാധിപത്യത്തിൽ രാഷ്ട്രീയം പറയണം. ആ രാഷ്ട്രീയം പറയാൻ തയ്യാർ കമ്മ്യൂണിസ്റ്റുകാർ. BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണോ? BJPയുടെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രിക കൊടുക്കുന്നതിന് മുമ്പ് അമണിശ്ശേരിയിൽ നിന്ന് നല്ലൊരു സംഖ്യ വന്ന് കളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക കൊടുത്തു. പേരെന്താ? സുനിൽകുമാർ. ഒരു പുതിയ സുനിൽകുമാർ. അപരനെ നിർത്തി വോട്ട് പിടിക്കാൻ തീരുമാനിക്കുന്നവൻ. ഇതിനേക്കാൾ വലിയ നാണക്കേട് ഈ ലോകസഭാ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഏത് അപരനെ നിർത്തി VS സുനിൽകുമാറിന് കിട്ടുന്ന വോട്ട് പിടിക്കാം എന്ന് കരുതിയാൽ, ഈ VS സുനിൽകുമാർ ഇടക്കാലത്ത് സിനിമാഭിനയം നിർത്തി തൃശ്ശൂരിലേക്ക് വന്നയാളല്ല. മത്സരിച്ച മണ്ഡലത്തിൽ നിന്ന് തോൽക്കുമെന്നുറപ്പായി തൃശ്ശൂരിലേക്ക് വന്നയാളല്ല. ഈ തൃശ്ശൂർ പ്രളയത്തിലും കോവിഡിലും പെട്ടുഴലുന്ന കാലത്ത് ഒറ്റപ്പെട്ട മനുഷ്യനെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച പിണറായി സർക്കാരിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായി പൂരത്തിനും പെരുന്നാളിനും നമ്മുടെ കൂട്ടത്തിലെ സുഖദുഃഖങ്ങളിലുണ്ടായ സുനിൽകുമാറാണ്. ആ സുനിൽകുമാറിനെ ഒരപരനെ നിർത്തി പറ്റിക്കാം എന്ന് കരുതിയാൽ വയനാടൻ ചുരമിറങ്ങി വരുന്ന തടിലോറി തടുക്കാൻ മസിലു പിടിച്ചു കൊടുത്ത തവളയുടെ ഗതികേട് അപരനും അവരെ മത്സരിപ്പിച്ചവർക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. വയനാടൻ ചുരമിറങ്ങിയിട്ടേ വലിയ തടിലോറി വരിക. അപ്പൊ താമരശ്ശേരി വളവിലിരിക്കുന്ന തവളയ്ക്കൊരു സംശയം, എന്നോട് ചോദിക്കാതെ ഈ ലോറി അങ്ങ് പോകാൻ പറ്റുമോ? തവളയങ്ങ് മസിലു പിടിച്ചു ടയറിന്റെ മുമ്പിലിരുന്നു. എന്താവും സ്ഥിതി? കിളി പോലും അറിയില്ല. ഒരു കൊച്ചു ശബ്ദം പിൻവലി. കാരണം നാണം കെടേണ്ടവർ നാണം കെടണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ജൂൺ 4-ാം തീയതി ഈ യൂത്ത് മാർച്ചിൽ പങ്കെടുക്കുന്ന VS എന്ന മഹനീയമായി ചടങ്ങിൽ പങ്കെടുത്ത ആരെങ്കിലും ഒരാളെ ശരത് പ്രസാദും പ്രസാദ് പറേരിയും ഒക്കെ കൂടി ചുമതലപ്പെടുത്തണം. ജൂൺ 4-ാം തീയതി രാവിലെ 11 മണിക്ക് 1957 മലയാളിയെ മനുഷ്യനാക്കിയ സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ സ്ക്വയറിന്റെ മുമ്പിൽ VS സുനിൽകുമാറിന്റെ ചുവന്ന വിജയത്തിന് മുമ്പിലെ ആദ്യത്തെ പടക്കം ഇടതുപക്ഷ യുവജന സംഘടനകൾ പൊട്ടിക്കും. ആ തിരഞ്ഞെടുപ്പാണ് ഈ 26-ാം തീയതി വരാൻ പോകുന്നത്. ഏതു മലയും വരട്ടെ, ഏതു സിനിമാ താരങ്ങളും വരട്ടെ, രാഷ്ട്രീയം കച്ചവടമാക്കി മാറ്റിയ മുഴുവൻ പേരും വരട്ടെ, വോട്ട് കിട്ടിയാൽ അപ്പുറത്തേക്ക് വരാം എന്ന് ഇതിനകം ഗ്യാരണ്ടി പെങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൊടുത്തവരും വരട്ടെ. എത്ര പേർക്കും മത്സരിക്കാം ലോകസഭയിൽ? അത്ര പേർക്കും കേരളത്തിലെ പിണറായി വിജയന്റെ സ്വാഗതം, ഗവൺമെന്റിന്റെ ജനാധിപത്യ കേന്ദ്രത്തിന്റെ സ്വാഗതം. എത്ര പേർ മത്സരിച്ചാലും ജൂൺ 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ബലം വരുമ്പോ ഡൽഹിയിലേക്ക് വണ്ടി കയറാൻ പോകുന്നയാൾക്ക് ഒരു പേരേയുള്ളൂ. ആ പേരാണ് VS സുനിൽകുമാർ. ആ പേരിനോടൊപ്പമാണ് തൃശ്ശൂരിന്റെ യുവത്വം. കേട്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് 1000 അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഖാക്കളെ.